മാതൃഭൂമിയിലെ ന്യൂസ് കണ്ടോ, പൂരം പൊളിച്ച് പോലീസ്, കൊട്ടിക്കലാശം എന്ന് പറയുന്നുണ്ട്. പോയിരുന്നെങ്കിൽ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കാണാണ്ട് തിരിച്ചു പോരേണ്ടി വന്നായിരുന്നു അല്ലേ. ഗോവയിലേക്കുള്ള ഒരു വിനോദയാത്രക്കിടെയാണ് തിരൂരങ്ങാടിയിലെ ഈ വനിതാ കൂട്ടായ്മയ്ക്ക് ഈ ആശയം തോന്നിയത്. പിന്നെ വൈകിപ്പിച്ചില്ല. എല്ലാമായ നവജീവൻ വായനശാലയുടെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ രാവിലെ തന്നെ പത്രവായനയുമായി തുടക്കം. പിന്നെ രാഷ്ട്രീയവും വികസനവും നാട്ടുവർത്താനവും ഒക്കെ പറഞ്ഞ പോസിറ്റീവായി ഒരു ദിനം തുടങ്ങും. എല്ലാ ആഘോഷങ്ങളും ഞങ്ങളിവിടെ കൊണ്ടാടാറുണ്ട്. അതുപോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. ആനുകാലിക വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. സംവാദങ്ങൾ നടക്കാറുണ്ട്. പത്രവായനയും കഴിഞ്ഞ നേരെ ചായക്കടയിലേക്ക്. ചൂട് ചായക്കൊപ്പം ചൂടുള്ള ചർച്ച. ഉണ്ണിയാൻ്റെ കടയിൽ ഒരു ചായ കുടിച്ച് അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെയാണ് നമ്മൾ ദിവസം ഇപ്പം എന്നും കടന്നു പോകുന്നത്. ബീഹാറിലൊക്കെ 45% ഉള്ളൂ പോളിംഗ്. പ്രാവശ്യം നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. ഞാൻ എന്തായാലും വോട്ട് ചെയ്യും മോളെ. നമുക്കിപ്പം വോട്ട് ചെയ്തിട്ട് എന്താ, നമുക്ക് മുന്നോട്ട് വരണ്ടേ. 65 വയസ്സിൽ എൻ്റെ അമ്മേനെയും കൊണ്ടുപോയിട്ട് ഞാൻ വോട്ട് ചെയ്യിക്കും. വനിതകളുടെ പത്രവായന കൂട്ടായ്മ പത്രവായന മാത്രമല്ല, ഇങ്ങനെ ചർച്ചകളും നാട്ടിലെ കാര്യങ്ങളും കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരിക്കാൻ ഒരിടം. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.